VM സുധീരൻ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇപ്പോൾ വീണ്ടും രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. അതിലെന്താണ് ഒരു ഉദ്ദേശം? അത് ഈ KPCC പുനഃസംഘടന പെൻഡിങ് ആണില്ല. ഇപ്പോൾ 2 വർഷത്തോളമായി പെൻഡിങ് ആണ്. ഇപ്പോൾ മാറ്റും പിന്നെ മാറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിലെന്തെങ്കിലും കാര്യമായൊരു സ്ഥാനം അദ്ദേഹം മോഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതിൽ കവിഞ്ഞ പൊതുപ്രവർത്തനമൊന്നും കഴിഞ്ഞ കുറേ കാലമായിട്ട് സുധീരൻ ചെയ്തിട്ടില്ല. നമുക്ക് ഇവരുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാലേ സുധീരൻ കരുണാകരൻ്റെ പൈലറ്റ് പ്രാസംഗികനായിരുന്നു. അതെ, പൈലറ്റ് പ്രസംഗം എന്ന് പറഞ്ഞാൽ അറിയാം സാർ. മുഖ്യ അതിഥി പ്രാസംഗികൻ എത്തുന്നത് വരെ നിർത്താതെ വളവള ഇങ്ങനെ മൈക്കിൽ കൂടെ സംസാരിച്ചു ആൾക്കാരെ ഇരുത്താനായിട്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മുഖ്യാതിഥിയായ കരുണാകരൻ വരും. കരുണാകരൻ വരുമ്പോൾ എവിടെയാണോ പൈലറ്റ് പ്രസംഗം നിൽക്കുന്നത് അവിടെ വെച്ച് അത് ഉപേക്ഷിക്കും. പിന്നെ കരുണാകരൻ പ്രസംഗിക്കും. ഇതാണ് EMS, കരുണാകരൻ, AK ആൻ്റണി, ഇവരെല്ലാം പൈലറ്റ് പ്രാസംഗികരെ വയ്ക്കുന്നതാണ്, ആളുകൾ പിരിഞ്ഞു പോകാതിരിക്കാൻ. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് സുധീരൻ. ഈ ചെറുക്കൻ കൊള്ളാമല്ലോ, പിന്നെ ലിഫ്റ്റ് ചെയ്യണമല്ലോ എന്ന് കരുണാകരന് തോന്നി. കരുണാകരൻ എന്ത് ചെയ്തു? ഈ പൈലറ്റ് പ്രസംഗം തുടരാൻ അനുവദിച്ചു. പല സ്ഥലത്ത് സുധീരനോട് പറഞ്ഞു, നിർത്തരുത്, നിങ്ങൾ മുഴുവൻ പ്രസംഗിച്ചോളൂ. അപ്പോൾ കരുണാകരൻ്റെ സാന്നിധ്യത്തിൽ സുധീരൻ പ്രസംഗിക്കുമ്പോൾ ഇത്രയും വലിയ സദസ്സ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തിളക്കം സുധീരന് കിട്ടി. സുധീരൻ തൻ്റെ വാക്കുകൾ കുറച്ചുകൂടെ പോളിഷ് ചെയ്ത്, കുറച്ചുകൂടെ ഗാംഭീര്യം വരുത്തി, കുറച്ചുകൂടെ ആഴം കഴമ്പ് ഒക്കെ വരുത്തി, അങ്ങനെ അങ്ങ് തിളങ്ങാൻ തുടങ്ങി. തിളങ്ങടാ മോനെ എന്നുള്ള മട്ടിൽ സ്റ്റേജിൽ കരുണാകരൻ ഇരുന്ന് കൊടുത്തു. കരുണാകരൻ എണീറ്റ് പോയി കഴിഞ്ഞാൽ ആൾക്കാർ പിരിഞ്ഞു പോകും. അത് ചെയ്യാതെ ഇയാളെ കൊണ്ട് മുഴുവൻ പ്രസംഗിപ്പിച്ചിട്ട് അത് കഴിഞ്ഞ് ഒരു ലഘുപ്രസംഗം നടത്തി കരുണാകരൻ സ്ഥലം വിടും. കരുണാകരൻ്റെ ചെലവിൽ, കരുണാകരൻ്റെ തണലിൽ മെല്ലെ സുധീരൻ വളർന്നു വന്നു. എന്നിട്ട് ആ കരുണാകരനെ സുധീരൻ വയ്ക്കാൻ ഇനി പാരയൊന്നും ബാക്കിയില്ല, ഒരു പാരയും ബാക്കിയില്ല. പിന്നെയുള്ള പാര മലയാളികൾക്ക് ശീലമില്ലാത്ത ഉത്തരേന്ത്യൻ പാരയാണ്. അത് ഇതുവരെ മലയാളികൾക്ക് അറിഞ്ഞുകൂടാ. മലയാള രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു പാര ഇപ്പോൾ ഇല്ലതാണ്. ഇത് ഞാൻ ഉത്തരേന്ത്യക്കാരോട് കേരളത്തിലെ രാഷ്ട്രീയത്തിലെ പാരവെപ്പിനെ പറ്റി പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞു, നിങ്ങൾക്ക് നല്ല പാര വയ്ക്കാൻ പോലും അറിഞ്ഞുകൂടാ. ആലപ്പുഴയിൽ നിരന്തരം കോൺഗ്രസ് തോറ്റുകൊണ്ടിരുന്നു. ആലപ്പുഴ, അന്നത്തെ പേര് അമ്പലപ്പുഴ നിയോജകമണ്ഡലം. അമ്പലപ്പുഴ നിയോജകമണ്ഡലത്തിൽ നിരന്തരം തോൽവി. ഒന്നുകിൽ സുശീല ഗോപാലൻ ജയിക്കും, അല്ലെങ്കിൽ RSPയുടെ AV താമരേഷൻ ജയിക്കും. ഇങ്ങനത്തെ സ്ഥിതി. ഇതിപ്പോൾ എന്താ ചെയ്യുക? ആലപ്പുഴ ഒരു കോൺഗ്രസിൻ്റെ ആണെന്നാണ് അവരുടെ ഒരു ധാരണ. നല്ലൊരു ശതമാനം വോട്ട് NSSൻ്റെ ഉണ്ട്, ഈഴവ വോട്ടുകളുണ്ട്, ലത്തീൻ കത്തോലിക്ക വോട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളൊരു കോംപ്ലക്സ് സാധനമാണ് ആലപ്പുഴ. അപ്പോൾ അന്ന് വക്കം പുരുഷോത്തമൻ കരുണാകരനോട് പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം, ലീഡർ വെറുതെ പിണങ്ങരുത് എൻ്റെ അടുത്ത്. ഈഴവ കാർഡ് എന്ന് പറയുന്നൊരു കാർഡുണ്ട്, അത് ആലപ്പുഴയിൽ ചിലവാകുന്നതാണ്. അത് നമുക്കൊന്ന് ചിലവാക്കി നോക്കാം. ആ ചെറുക്കനില്ലേ കണ്ടശങ്കടവില്ലേ, എന്താ അവൻ്റെ പേര്? അപ്പോൾ കരുണാകരൻ സുധീരൻ ആ ചെറുക്കനെ വിളിച്ചുകൊണ്ട് വന്ന് ആലപ്പുഴയിൽ നിർത്ത്, കളി ഞാൻ കാണിച്ചു തരാം, ലീഡർ എനിക്ക് വിട്ടതാണ്. അങ്ങനെ വക്കം പുരുഷോത്തമൻ്റെ ബുദ്ധിയിലാണ് ഈഴവനായ സുധീരനെ കടശാങ്കടവിൽ നിന്ന് ലിഫ്റ്റ് ചെയ്ത് ആലപ്പുഴയിൽ, അന്ന് അപരിചിതനാണ് സുധീരൻ ആലപ്പുഴയിൽ. സുധീരൻ തൃശ്ശൂരുകാരനല്ലേ സാർ? മണലൂരോ അങ്ങനെ. ആലപ്പുഴക്കാർ പറയുന്നത് കണ്ടശാങ്കടവിൽ നിന്ന് വന്ന ഇതാണ് ആലപ്പുഴയിലെ പറച്ചിൽ. അത് ഞാനൊന്ന് തുറന്നേ ഉള്ളൂ. കറക്റ്റ് സ്പേസ് ഒരു പക്ഷേ അങ്ങോട്ടോ ഇങ്ങോട്ടോ മണലൂരാവും, ആര്യമ്പൂരാവും, അങ്ങനെ ഏതെങ്കിലും സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് കൊണ്ടുവന്ന് കെട്ടിയിറക്കി സുധീരനെ ജയിപ്പിച്ചു. ഈഴവനായതുകൊണ്ട് ജയിച്ചു. സുധീരൻ ഇപ്പോൾ ജാതി മത വർഗ വ്യത്യാസമെന്യേ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കും. പക്ഷെ ജാതി കൊണ്ടാണ് ഈ ആശാൻ ആദ്യം ജയിക്കുന്നത്. മനസ്സിലായി? അവിടെ ജയിച്ചത്. ഈ രാഷ്ട്രീയത്തിൽ കയറി വരാനായിട്ട് സകല ഹീനതന്ത്രങ്ങളും ഉപയോഗിക്കുന്നവർ കയറി വന്നു കഴിയുമ്പോൾ പരമപുണ്യാളന്മാരായിട്ട് മാറുന്നത് ആദർശവാന്മാരാവും. ഇങ്ങനെ ആദർശവാനായ ഒരു മനുഷ്യനാണ്. ഈ ഇരട്ടത്താപ്പ് നമുക്ക് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ബാർ സമരത്തിൽ കാണാം. മദ്യനിരോധന സമരം. ആ സമരത്തിൽ ഒരു ദിവസം ഈ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജ് ടോപ്പിൽ, അതായത് മാതൃഭൂമി എന്നുള്ള ടൈറ്റിൽ എഴുതുന്നതിൻ്റെ സൈഡിൽ തന്നെ സുധീരൻ്റെ ഒരു ക്ലോസപ്പ് വന്നു. ഇങ്ങനെ ഒരു പോയിൻ്റ് പകുതി കണ്ണിങ്ങനെ അടച്ചു പിടിച്ചിട്ട് സുധീരൻ സംസാരിക്കുന്ന ഫോട്ടോ. എന്നുവെച്ചാൽ കേരള മഹാത്മാഗാന്ധിയാണ്. മദ്യനിരോധനത്തെപ്പറ്റി ജനങ്ങൾ, അതിൻ്റെ ആവശ്യകതയെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ സ്വയം മുഴുകി സംസാരിക്കുന്ന ഒരു മനുഷ്യൻ. ആ ഫോട്ടോ കഴിഞ്ഞു. എന്തൊരു ക്യാമ്പയിനായിരുന്നു.
ഉമ്മൻചാണ്ടിക്കെതിരെയായിരുന്നു ക്യാമ്പയിൻ. തീർച്ചയായിട്ടും ആ ഭരണത്തിനെതിരായിരുന്നു. KCBC അതിന് കൂട്ടുനിന്നു. അതെ, KCBC പള്ളിയിലച്ചന്മാരും കന്യാസ്ത്രീമാരും ഒക്കെ രംഗത്തിറങ്ങി. അന്ന് ഭയങ്കര സമരമൊക്കെ ആയിരുന്നല്ലോ. ഭയങ്കര സമരം എന്ന് പറഞ്ഞാൽ അൽമായരില്ല റൂട്ടിലിറങ്ങാൻ. ഉള്ള സത്യം ഞാൻ പറയാം, അതാണ് അൽമായർ റൂട്ടിലിറങ്ങാനില്ല. പിന്നെ ഇറക്കാവുന്ന ആരെയാണ്? പള്ളിയിലച്ഛനെയും കന്യാസ്ത്രീയും. അതെ. അപ്പോൾ അന്ന് ഈ മദ്യനിരോധനം എന്ന് പറഞ്ഞ് ഇങ്ങനെ ബഹളം വയ്ക്കുന്നു. ഇവരുടെ എല്ലാ ആവശ്യം കള്ള് ഷാപ്പുകൾ പൂട്ടുക എന്നുള്ളതാണ്. അന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, ഇതൊരു മാന്യമായ പ്രവൃത്തിയല്ല. മദ്യനിരോധനം എന്നൊക്കെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുമെങ്കിലും നിങ്ങൾ ശരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് കള്ള് ഷാപ്പുകളെയാണ്, ബാറുകളെ അല്ല. ഇപ്പോൾ സുധീരനും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കള്ള് ഷാപ്പുകളെയാണ്, ബാറുകളെ ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം ബാറുകളിൽ ചിലതൊക്കെ പുള്ളിക്ക് വേണ്ടപ്പെട്ടവരുമുണ്ട്. അവസാനം ഈ സാധനം നെഗോഷിയേറ്റ് ചെയ്ത് UDFൽ അലമ്പായി വഴക്കായി ഒടുവിൽ കള്ള് ഷാപ്പുകൾ നിരോധിക്കാതെ ഈ സിംഗിൾ സ്റ്റാർ 2 സ്റ്റാർ ബാറുകൾ നിരോധിച്ചു. ബാറെന്ന് പറഞ്ഞാൽ അവിടെ പോയി ഇരിക്കാം, ഭക്ഷണം കഴിക്കാം, കള്ളു കുടിക്കാം, തിരിച്ചിറങ്ങാം, അങ്ങനെയുള്ള ബാർ. വേറെ ഇതൊന്നുമില്ല. തൊഴുത്തിന് തുല്യമായിട്ടാണ് ഇത്തരം സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. ഒടുവിൽ അത് നിരോധിച്ചു. അപ്പോൾ സുധീരന് സമാധാനമായി. പക്ഷേ മറ്റുള്ളവർ സമാധാനത്തിലായില്ല. അവർ പറഞ്ഞു ബാക്കിയും കൂടെ നിരോധിക്കണം. അങ്ങനെ 4 സ്റ്റാർ ബാർ വരെ നിരോധിച്ചു. കേരളത്തിൽ 5 സ്റ്റാർ ഹോട്ടലിൽ മാത്രമേ ബാർ പാടുള്ളൂ എന്നുള്ള സ്ഥിതി വന്നു. ഒന്നുകിൽ കള്ള് ഷാപ്പ് അല്ലെങ്കിൽ 5 സ്റ്റാർ ബാർ, ഇടയിൽ ഒന്നുമില്ല. ഈ അവസ്ഥ കൊണ്ടുവന്നതിൻ്റെ ഉത്തരവാദി സുധീരനാണ്. അതിനെ ചൊല്ലി കേസ് ഹൈക്കോടതിയിൽ എത്ര വക്കീലന്മാരാണെന്നറിയാമോ? ഹൈക്കോടതിയിലെ 33 സീനിയർ വക്കീലന്മാരാണ് ബാറുകാർക്ക് വേണ്ടി ഹാജരായത്. 33 പേര്. ഇത് കൂടാതെ സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ദിരാ ജയസിംഗ്, ഉമ്മൻചാണ്ടിക്ക് വേണ്ടി കപിൽ സിബൽ. കപിൽ സിബലും ഇന്ദിരാ ജയസിംഗും വരുന്നു എന്നുള്ളത് കൊണ്ട് ഞാനും അവിടെ കോടതിയിൽ ഹാളിൽ പോയിരുന്നു. അപ്പോൾ ബാർ മുതലാളിമാരെല്ലാം വളരെ സിമ്പിൾ ഡ്രസ്സാണ്. അവരെ കണ്ടു കഴിഞ്ഞാൽ വലിയ പണക്കാരൊന്നും അറിയില്ല. പക്ഷെ അവരെ ഏറ്റവും പുറകിലത്തെ ബെഞ്ചിൽ അവരിയ്പ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ഘോരം വാദം നടന്നു. കപിൽ സിബൽ വിജയിച്ചു. ഉമ്മൻചാണ്ടിയുടെ നയം ഫൈനലായി. ഈ സാധനമാണ് പിണറായി വിജയൻ ചുമ്മാ ഇടത് കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ടെടുത്ത് തോട്ടിക്കളഞ്ഞിട്ട് വീണ്ടും ബാറ് തുടങ്ങിയത്. ഞാൻ വിചാരിച്ചു ഇവരെല്ലാം കൂടെ വലിയ ബഹളം വയ്ക്കും. കേരളത്തിലെ ഏറ്റവും വലിയ അബ്കാരി മുതലാളി ആരാന്നറിയാമോ? പാലാ ബിഷപ്പാണ്. അതെ, ലൈസൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം മദ്യം ഉണ്ടാക്കുകയും വിൽക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നത് പാലാ ബിഷപ്പാണ്. കാരണം പാലാ ബിഷപ്പാണ് കത്തോലിക്ക സഭയിലെ പള്ളികൾക്കെല്ലാം ഈ കുർബാനയ്ക്ക് വീഞ്ഞ് വേണമല്ലോ, നാക്കിലിങ്ങനെ ഇരിക്കും. ഈ വീഞ്ഞുണ്ടാക്കുന്ന വൈനറി 2-3 സ്ഥലത്തുണ്ട്. അതിലേറ്റവും വലുത് പാലായിൽ. ഏറ്റവും കൂടുതൽ പള്ളികൾക്ക് സപ്ലൈ ചെയ്യുന്നത് പാലായിൽ നിന്നാണ്. പിന്നെ എറണാകുളത്തോ അങ്കമാലിയിലോ ഒക്കെ എന്തൊക്കെയോ ഉണ്ട്. ഞാനിത് വിവരാവകാശ നിയമപ്രകാരം എക്സൈസ് ആഫീസിൽ നിന്ന് ഇതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്ത് ഉറപ്പുവരുത്തി ഇവരാണ്. അപ്പോൾ ഇത് നേരത്തെ മുതൽ നമ്മുടെ ജോസഫ് പുലിക്കുന്നേൽ പറയാറുണ്ടായിരുന്നു, ഏറ്റവും വലിയ അബ്കാരി പാലാ ബിഷപ്പ് പള്ളിക്കാപ്പറമ്പനാണെന്ന്. പള്ളിക്കാപ്പറമ്പനായിരുന്നു, ഇന്നിപ്പോൾ വേറെ ആരുമാണ്. പള്ളിക്കാപ്പറമ്പനാണ് ഏറ്റവും വലിയ അബ്കാരി എന്നൊക്കെ പറഞ്ഞിട്ട് ജോസഫ് പുലിക്കുന്നേൽ പ്രസംഗിക്കുന്നത് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഞാൻ വിവരാവകാശ നിയമപ്രകാരം എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ സർക്കാർ, ഓഫ് കോഴ്സ് സർക്കാരിനെ നമ്മൾ ഒഴിവാക്കുക, പ്രൈവറ്റ് അബ്കാരി ലൈസൻസ് ഉള്ള ഹോട്ടലുകൾ, പ്രൈവറ്റ് വ്യക്തികൾ, ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ അബ്കാരി പാലാ ബിഷപ്പാണ്. ഇത് കൂട്ടിക്കിട്ടണം. 1500 ലിറ്ററിന് കൂടെ പെർമിഷൻ വേണമെന്ന് പറഞ്ഞിട്ട് എറണാകുളം രൂപത ഒരു കത്ത് അയച്ചു എക്സൈസ് കമ്മീഷണർക്ക്. അവിടെ നിന്നാണ് ഈ വിവാദത്തിൻ്റെ തുടക്കം. ഈ കത്ത് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിന്നാലെ ഞാൻ പോവുകയും ഇത് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അന്ന് നമ്മുടെ ഫാദർ മാണി പുതിയിടം, അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നല്ല മനുഷ്യനാണ്. മാണി പുതിയിടം ഒരു TV ചർച്ചയിൽ എന്നോട് പറഞ്ഞു, എന്തിനാ മോഹൻദാസെ ഒരു 4 തുള്ളി വൈൻ ഞങ്ങൾ ഞായറാഴ്ച വായിൽ നീറ്റിക്കുന്നതിന് ഈ ബഹളമൊക്കെ വയ്ക്കുന്നത്? ഞാൻ പറഞ്ഞു, അച്ചോ എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ 4 തുള്ളി ഇറ്റിക്കുന്നു, ഞാനും ഒരു 4 തുള്ളി ഇറ്റിക്കുന്നു, അതിന് നിങ്ങൾ ഉടക്കം വയ്ക്കുന്നത് എന്തിനാ അധികം? ഈ ഇവർക്ക് മദ്യനിരോധനം ഈ ഞായറാഴ്ച കുർബാനയിൽ വീഞ്ഞിന് ബാധകമല്ല എന്നാണ് അച്ഛൻ പറയുന്നത്. ഞാൻ പറഞ്ഞു, ശരി, ബാധകമല്ല, നിങ്ങൾക്ക് 4 തുള്ളി ഇറ്റിക്കണം, എനിക്കും 4 തുള്ളി ഇറ്റിക്കണ്ടേ? അത് 4 തുള്ളി പോലും പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിൽപ്പന തടയുന്നത് എന്തുകൊണ്ടാണ്? പുള്ളിക്ക് ദേഷ്യം, നല്ല മനുഷ്യനാണ് കേട്ടോ, പക്ഷേ ഉത്തരം മുട്ടിയപ്പോൾ ദേഷ്യമൊക്കെ വന്നു. ഈ ഏർപ്പാടിന് മുഴുവൻ അന്ന് കൂട്ടുന്നത് സുധീരനാണ്.
സുധീരൻ ചർച്ച ചെയ്യുന്നു. സുധീരനാണ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. ഇത് കഴിഞ്ഞ് പിണറായി വിജയൻ ഇതെടുത്ത് കളയുകയും തോന്നിയവാസം ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുകയും ചെയ്യുമ്പോൾ ഒരക്ഷരം സുധീരൻ 700 ബാറുകൾ വരെ പുതുതായിട്ട് അദ്ദേഹം 900 കൊടുക്കും. എത്ര വേണമെങ്കിലും കൊടുക്കും, അങ്ങേർക്ക് ഇഷ്ടം പോലെ. ഇപ്പോൾ ആരെങ്കിലും ചോദിക്കാനിട്ടായിരിക്കും കൊടുക്കാത്തത്. ചോദിച്ചവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്, ഒരു ആപ്ലിക്കേഷൻ പെൻഡിങ് ഇല്ല. എന്നിട്ട് സുധീരന് ഒരക്ഷരം വേണ്ടിയോ? അത് ഒരക്ഷരം വേണ്ടിയിട്ടില്ല. പിന്നെ നവകേരള യാത്രയിൽ ഈ യൂത്ത് കോൺഗ്രസ് KSU പയ്യന്മാരെയൊക്കെ എടുത്തിട്ട് തച്ച് ഉടച്ചില്ല. എന്നിട്ട് അന്ന് ഇങ്ങനെ എവിടെ പോയിരുന്നു? അങ്ങേർക്ക് അങ്ങനെ കോൺഗ്രസ് പ്രവർത്തകർ തള്ളി കൊള്ളുകയോ പിടിക്കുകയോ ചെയ്യുന്നതിനൊന്നും സുധീരന് ഒരു വിഷമമില്ല. പുള്ളിക്ക് KPCCയിൽ ഒരു സ്ഥാനം കിട്ടണം. ഇപ്പോൾ പുള്ളി എണീറ്റ് വരാൻ കാര്യം എന്നാണ്. KPCC പുനഃസംഘടന ഇപ്പം നടത്തുമെന്ന് പറഞ്ഞിട്ട് വർഷം 2 നടത്തിയിട്ടില്ല. ദീപാദാസ് മുൻഷി വന്നു കഴിഞ്ഞപ്പോൾ ഇത് KPCC പുനഃസംഘടന എങ്ങനെ നടന്നു കളയുമോ എന്ന് പേടി. അവിടെ പോയിട്ട് സുധീരൻ റേസ് ചെയ്ത പോയിന്റ് എന്താ? നേതൃത്വം കൂടിയാലോചനകൾ നടത്തുന്നു. അദ്ദേഹത്തിന് ഒരു ചർച്ചയ്ക്കും വിളിക്കുന്നില്ല, അദ്ദേഹത്തിനെ കാണുന്നില്ല. അതൊന്നും. നമ്പർ 2 പുള്ളിയുടെ പ്രധാന സംഗതി അയോധ്യയിൽ കോൺഗ്രസ് പോകരുത് പ്രതിഷ്ഠയ്ക്ക്. ഇത് പറഞ്ഞിട്ട് സുധീരൻ എണീറ്റ് പോകാനും മറ്റോ തുടങ്ങി. വാർത്ത വന്നത് അങ്ങനെയാണ്. പിടിച്ചിരുത്തിയിട്ടാണ് ദാസ് മുൻഷി സുധീരന് ഈ VD സതീശൻ്റെ ഒരു സ്വഭാവമുണ്ട്, ഒരു ഇൻബിൽറ്റ് ഹിന്ദു വിരോധമുണ്ട്. സുധീരന് ഇൻബിൽറ്റായിട്ട് ഒരു ഈഴവ വിരോധമുണ്ട്. അങ്ങനെയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഈഴവ, പക്ഷേ ഒരു നല്ല ഈഴവ്, തിരക്കേടില്ലാത്ത ഈഴവ് വിരോധിയാണ് സുധീരൻ. അതേസമയം സുധീരന് പ്രിയപ്പെട്ട ചില ബാറുകളുണ്ട് താൻ. ഈ 3 സ്റ്റാർ ബാറുകളെ ഉമ്മൻചാണ്ടി നിരോധിക്കാനുള്ളൊരു കാര്യം 301 അങ്ങനെ എന്തോ എണ്ണം, അത് ഒറ്റയടിക്ക് അതും കൂടെ ചേർത്ത് ഉമ്മൻചാണ്ടി നിരോധിച്ച് കൈ കൊടുത്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ബാർ, ഇത് നാട്ടുകാർക്കെല്ലാം അറിയാവുന്നതാണ്, തൃശ്ശൂരാണ്. ആളിൻ്റെ പേര് എല്ലാവർക്കും അറിയാം. ഏതായാലും അതോടെ സുധീരൻ ഒന്ന് അടങ്ങി. കാരണം ഈ കളി മുതലാവില്ല. സുധീരനെ വിറ്റ കാശ് ചില്ലറയായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ് ഉമ്മൻചാണ്ടി. തീർച്ചയായിട്ടും സുധീരൻ വിചാരിച്ചാലൊന്നും ഉമ്മൻചാണ്ടി കുഴുകുന്നില്ല. പക്ഷേ സുധീരന് ഒരു ഹോൾഡ് സോണിയാഗാന്ധിയുമായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്തോ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട് സുധീരൻ. അതുകൊണ്ട് എല്ലാ തെരഞ്ഞെടുപ്പും വരുമ്പോഴും സുധീരൻ പറയും ഞാൻ മത്സരിക്കാനില്ല എന്ന് പറയും. സർ, അദ്ദേഹം ഇനി ആരുടെയെങ്കിലും ചട്ടുകമാണോ? ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ എന്തെങ്കിലും ചട്ടുകം? അങ്ങനെ മുഖ്യമന്ത്രിയുടെ ചട്ടുകം അങ്ങനെ എന്തെങ്കിലും? സുധീരന് ഈ പരിസ്ഥിതി ക്വാറിയും മണൽ വാരൽ, നമ്മുടെ ആലപ്പാട് പിന്നെ തോട്ടപ്പള്ളി മണൽ വാരൽ ഇതിലൊക്കെ ഉണ്ടല്ല, അതിൽ അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ വർത്തമാനമുണ്ട്. അദ്ദേഹം പൈസ വാങ്ങിച്ചിട്ട് ഈ തമിഴ്നാട്ടിലെ ആളുകൾക്കായിട്ട് ഈ കരിമണലുണ്ട്, ഈ കരിമണൽ തമിഴ്നാട്ടിലേക്ക് ഇപ്പോഴും ലോറിയിൽ കടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അത് കേരളത്തിൽ അത് ഖനനം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ സമരത്തിന് മുന്നിട്ട് വരുന്നത് സുധീരനാണ്. തോട്ടപ്പള്ളി സ്പിൽവേ അടഞ്ഞുപോയത് 2018 പ്രളയം കഴിഞ്ഞപ്പോൾ അർജൻറ്റായിട്ട് തുറക്കാൻ പോയി. അവിടെ അലമ്പുണ്ടാക്കിയത് സുധീരനാണ്. അവസാനം ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് പൊട്ടിച്ച് വെള്ളം തുറന്നു വിടാൻ. അതിന് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയത് തന്നെ, തോട്ടപ്പള്ളി സ്പിൽവേ. അതിന് പാരലായിട്ട് കടലിൽ ഒരു തിട്ട രൂപപ്പെട്ടു. അത് രൂപപ്പെട്ടു, ആരും ശ്രദ്ധിച്ചില്ല, അതങ്ങനെ കിടന്നു. ഈ ആവശ്യം വരുമ്പോൾ ആ തിട്ട പൊട്ടിക്കണ്ടേ? അത് പറ്റില്ല, അവിടുത്തെ മണ്ണ് പോകും, വെള്ളം പോകുന്നു, ഇല്ലാത്ത കച്ചറയൊക്കെ ഉണ്ടാക്കി ഒടുവിൽ ഹൈക്കോടതിയിൽ പോയിട്ടാണ് ഹൈക്കോടതി പറഞ്ഞു അത് പൊട്ടിക്കാൻ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾക്ക് സാഹചര്യം വെച്ചൊരു സംശയം തോന്നും, ഇദ്ദേഹത്തിന് പുറത്തുനിന്ന് ആരോ വെച്ചാൽ കേരള വിരുദ്ധമായ ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നു. അതിന് എവിടെ നിന്നാണ് ഈ ഫൈനാൻസ് വരുന്നത്? പെട്ടെന്നൊരു സമരം ഓർഗനൈസ് ചെയ്യാൻ, ആൾക്കാരെ സംഘടിപ്പിക്കാനൊക്കെ ഈ സ്പോണ്ടേനിയസ് സമരങ്ങൾ എന്ന് പറയുമില്ല, അങ്ങനെയുള്ള സമരങ്ങളും അതുണ്ടാക്കുന്ന സ്പോണ്ടേനിയസ് ആണോ എന്നറിയാനൊക്കെ മാർഗമുണ്ട്. പൈസ വാങ്ങിച്ച് വന്ന ക്രൗഡും പൈസ വാങ്ങിക്കാതെ ഓടിക്കൂടുന്ന ക്രൗഡും തമ്മിൽ വ്യത്യാസമുണ്ട്, അവരുടെ പെരുമാറ്റത്തിൽ വ്യത്യാസമുണ്ട്. അത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. എന്തായാലും സാർ, KPCCയുടെ പുനഃസംഘടനയിൽ തനിക്ക് സ്ഥാനം വേണമെന്നുള്ള ഒരു മോഹം തന്നെയാണ് സുധീരൻ ഇങ്ങനെ ഇപ്പോൾ ഈ തലപ്പൊങ്ങൽ എന്ന് നമുക്ക് പറഞ്ഞ് ഈ ചർച്ച അവസാനിപ്പിക്കാമോ? അതുമാത്രമല്ല, താനിപ്പോഴും ഹിന്ദു വിരുദ്ധനാണ് എന്ന് മറ്റു മതങ്ങളെ അറിയിക്കേണ്ട ഒരു കാര്യം കൂടെ അദ്ദേഹം ഈ കൂട്ടത്തിൽ നേടി. ഞാൻ കളം മാറിയിട്ടൊന്നുമില്ല കേട്ടോ, ഞാനിപ്പോഴും നിങ്ങളുടെ കൂടെയാണ്. ഹിന്ദുക്കളുടെയോ ഹിന്ദുക്കൾക്കുള്ളിലെ ഈഴവരുടെയോ കൂടെ അല്ല. ഈ സുധീരനും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള വഴക്കിൻ്റെ സംഭവം എന്താ? അപ്പോൾ തെരഞ്ഞെടുപ്പിൽ സുധീരൻ ജയിച്ചു. വെള്ളാപ്പള്ളി പറഞ്ഞു ഞാൻ നിങ്ങളെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു. വെള്ളാപ്പള്ളി 32 ലക്ഷം രൂപ ആ തെരഞ്ഞെടുപ്പിൽ
എതിർ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് സുധീരൻ പറഞ്ഞു. വെള്ളാപ്പള്ളി പറഞ്ഞു പിന്നെ കാശ് മുടക്കാതെ തന്നെ പ്രചരണം നടക്കുക. ഒരാൾക്ക് വേണ്ടി പ്രചരണം നടത്താൻ, സുധീരന് വേണ്ടി പ്രചരണം നടത്താൻ സുധീരൻ്റെ കാശുണ്ട്, സുധീരനെതിരായിട്ട് പ്രചരണം നടത്താൻ എൻ്റെ കാശ് ഞാനും ഉപയോഗിച്ചിട്ടുണ്ട്, അത് തെറ്റെന്താ എന്ന് ചോദിച്ചാൽ കറന്നൂര്. വെള്ളാപ്പള്ളി വളരെ പ്ലെയിനാണ്, വലിയ ബുദ്ധിമുട്ടാണ് വെള്ളാപ്പള്ളിയെ കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സുധീരൻ ഞാൻ ഒരു കാലത്തും ഹിന്ദു ഭാഗത്തല്ല, ഞാനൊരു ഹിന്ദു വിരുദ്ധനാണ് കേട്ടോ എന്ന സിഗ്നൽ മറ്റെല്ലാ പാർട്ടികൾക്കും നൽകാനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ കാലുമാറാനൊന്നും അത്ര വലിയ മടിയൊന്നുമുള്ള കൂട്ടത്തിലൊന്നുമല്ല. പണ്ടൊന്നും മാറിയതാണല്ലോ ഇവരെല്ലാം കൂടെ. 1980 അപ്പുറത്ത് നയനാരുടെ കൂടെയൊക്കെ പോയതാണ്. അതൊക്കെ പോട്ടെ, പറഞ്ഞാൽ വൃത്തികേടാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ മാറ്റം രാഷ്ട്രീയ കേരളം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.